മോഹൻലാലിൻ്റെ കിരീടം സിനിമ നമുക്കെല്ലാവർക്കും അതിലെ സേതുമാധവൻ എന്ന് പറയുന്ന കഥാപാത്രവും ആ സിനിമയും ഒക്കെ ഏറ്റവും ഇഷ്ടമാണ്. അതായത് മോഹൻലാലിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സിനിമകൾ പറയുമ്പോൾ മോഹൻലാലിൻ്റെ ആ സിനിമ നമ്മൾ എടുത്തു വെച്ച് പറയാറുണ്ട്. കാരണം അദ്ദേഹം അതിനകത്ത് കൈകാര്യം ചെയ്ത ഇമോഷൻസിനെ കുറിച്ചൊക്കെ ഭയങ്കരമായിട്ട് ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പുതിയൊരു ഫിലിം ഫെസ്റ്റിവലിലേക്ക് വീണ്ടും കിരീടം എത്തുന്നു എന്ന് പറയുന്നു മോഹൻലാൽ ഒരു പോസ്റ്റ് ഇട്ടിരിക്കുന്നു എന്നതാണ്. അപ്പം നമ്മൾ ഈ അടുത്ത് കാണുകയാണ് മോഹൻലാലിൻ്റെ നിരവധി സിനിമകൾ റീ റിലീസിനെത്തുന്നു, ഫിലിം ഫെസ്റ്റിവലുകൾക്ക് എത്തുന്നു എന്ന് പറയുന്ന ഒരു സന്തോഷം. അദ്ദേഹം ചെയ്തു വെച്ചേക്കുന്ന സിനിമകൾ കാലാതീതമാണ്, കാലത്തിനപ്പുറം സഞ്ചരിക്കുന്നതാണ്. ഏത് ജനറേഷനിലുള്ളവർക്കും, അതായത് 90കളിലെ സിനിമയായിക്കോട്ടെ, 2000ലെ സിനിമയായിക്കോട്ടെ, എല്ലാം ഇപ്പോഴത്തെ ജനറേഷനും ആസ്വദിക്കാൻ പറ്റുന്നു എന്ന് പറയുന്നത് സിനിമകളാണ്. അത് തന്നെയാണ് തോന്നുന്നു ലാലേട്ടൻ്റെ ഏറ്റവും വലിയൊരു വിജയം എന്ന് പറയുന്നതും. ഇപ്പം നമുക്കറിയാം, ഈ കിരീടം എന്നുള്ള സിനിമ എന്ന് പറയുമ്പോൾ വളരെ ഇമോഷണൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരു സിനിമ തന്നെയാണ്. അതിൻ്റെ ഏറ്റവും അവസാന രംഗങ്ങളാണെങ്കിലും നമ്മളെയും കൂടി കരയിപ്പിക്കുന്ന ഒരു രംഗം. എന്നാൽ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അദ്ദേഹത്തിൻ്റെ അഭിനയത്തിലുള്ള അദ്ദേഹത്തിൻ്റെ ഒരു പാഷൻ, അല്ലെങ്കിൽ അദ്ദേഹം ജീവിക്കുകയാണ് ഓരോ സിനിമയിൽ. അദ്ദേഹം ചെയ്തു വെച്ചൊന്നും അദ്ദേഹത്തിന് പോലും റിപ്പീറ്റ് ചെയ്യാൻ പറ്റില്ലെന്ന് അദ്ദേഹം പറയാറുണ്ട്. അപ്പം അതുപോലെ ഉള്ളൊരു, അല്ലെങ്കിൽ സിനിമാ പ്രേമികൾ ഒരു കൾട്ട് മൂവിയായി കാണുന്ന ഒന്നാണ് ഈ കിരീടം. അപ്പം അത്തരത്തിലൊരു ചിത്രം ഗോവൻ ഫിലിം ഫെസ്റ്റിവലിൽ വീണ്ടും വന്നിരിക്കുകയാണ്. അപ്പം ആ സിനിമ ഇനി കേരളത്തിലെ തിയേറ്ററുകളിലേക്ക് എത്തുമോ ഇല്ലയോ എന്നൊന്നും നമുക്കറിയില്ല. പക്ഷേ എങ്കിൽ പോലും ആ സിനിമ വീണ്ടും ഇന്നും അത് ചർച്ചയാകുന്നു എന്ന് പറയുമ്പോൾ അവിടെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളായിട്ടുണ്ട്. അതിലൊന്നെന്ന് പറയുന്നത് ആ സിനിമയുടെ ഒരു ത്രെട്ടാണ്. അതേപോലെ തന്നെ ആ ഒരു മോഹൻലാൽ എന്ന നടൻ, അദ്ദേഹം ചെയ്തു വെച്ചിരിക്കുന്ന കഥാപാത്രങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട, അല്ലെങ്കിൽ ഇന്നും സേതുമാധവൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ഉള്ളിൽ വളരെ ചിലപ്പോൾ സങ്കടം വന്നു പോകും. ആ ഒരു ചെറുപ്പക്കാരന് സംഭവിക്കുന്ന പ്രശ്നങ്ങൾ, അദ്ദേഹം ലാസ്റ്റ് കത്തി താഴെയിട്ട് കരഞ്ഞു നിൽക്കുന്ന ആ ഒരു ക്ലോസ് ഷോട്ട്, ഇതൊക്കെ എന്ന് പറയുന്നത് മലയാളികളുടെ മനസ്സിൽ അങ്ങനെ ഉറച്ചു നിന്നുപോയ സീനുകളാണ്. അപ്പം ഈ സിനിമകൾ ഒന്നും കൂടിയും തിയേറ്ററിൽ എത്തിയാൽ അത് ചിലപ്പം കാണാൻ ഇതേപോലെ, ഇപ്പം ലാലേട്ടൻ്റെ ഒരു റീ റിലീസ് നോക്കുമ്പോൾ, ഇപ്പം ദേവദൂതൻ മാറ്റി നിർത്തുകയാണെങ്കിൽ ബാക്കി എല്ലാ സിനിമകളിലും അത്യാവശ്യം മാസ് എലമെൻറ്റ്സ് ഉണ്ട്. അതേപോലെ തന്നെ നല്ല ഗംഭീര പാട്ടുകളുണ്ട്, നല്ല ഡയലോഗുകളുണ്ട്, ഡാൻസും ഉണ്ട്. അപ്പം ഇതൊക്കെ കാണാൻ ആണ് ഒരു വലിയൊരു ഇടിച്ചുകയറ്റം തിയേറ്ററിലേക്ക് എന്ന് നമ്മൾ പറയാറുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു ഈ കിരീടം എന്നൊരു സിനിമ വീണ്ടും തിയേറ്ററുകളിലേക്ക് എത്തിയാൽ അതൊരു പക്ഷേ ഓഡിയൻസ് വീണ്ടും ആ സിനിമ ചെന്ന് കാണും. എനിക്ക് തോന്നുന്നു ലാലേട്ടൻ പടങ്ങൾക്ക് മാത്രമുള്ളൊരു റിപ്പീറ്റ് വാല്യൂ ആണ് അതിന് കാരണമെന്ന്. മോഹൻലാലിൻ്റെ ചില സിനിമകൾ പരാജയപ്പെടുമ്പോൾ ഏറ്റവും കൂടുതൽ വിമർശനങ്ങൾ ഉണ്ടാവാറുണ്ട്. അതായത് നമ്മൾ കാണാറുണ്ട്, ഈ അടുത്ത് ഇപ്പം മോഹൻലാലിൻ്റെ ഏതെങ്കിലും സിനിമകൾ വരുന്ന സമയത്ത് സോഷ്യൽ മീഡിയയിൽ ഒരു നെഗറ്റീവ് ക്യാമ്പയിൻ വേഗം അങ്ങ് വരും. ഭയങ്കര എന്താ പറയുക, ഒരു ആരാധകർക്ക് ദേഷ്യം പിടിപ്പിക്കുന്ന തരത്തിൽ, അല്ലെങ്കിൽ ഇത്തരം ഒരു സംസാരത്തിൻ്റെ ചർച്ചയുടെ ആവശ്യമുണ്ടോ എന്ന് നമുക്ക് പോലും തോന്നിപ്പിക്കുന്ന രീതിയിൽ ഭയങ്കര കളിയാക്കലുകളും കുറ്റപ്പെടുത്തലുകളും ഒക്കെ വരും. പക്ഷെ അത്തരം കാര്യങ്ങളോടൊന്നും അങ്ങനെ വലിയ കാര്യമായിട്ട് മോഹൻലാൽ പ്രതികരിച്ചൊന്നും നമ്മൾ കണ്ടിട്ടില്ല. പക്ഷെ അദ്ദേഹത്തിന്റെ സിനിമകൾ, അതായത് സിനിമകൾ തിരഞ്ഞെടുക്കുമ്പോൾ കഥ കേൾക്കുന്നത് പോലെ ആയിരിക്കില്ല ചിലപ്പോൾ അത് അഭിനയിച്ച്, അല്ലെങ്കിൽ അതിന്റെ എഡിറ്റിങ്ങും ഒക്കെ കഴിഞ്ഞ് പുറത്ത് വരുമ്പോൾ എന്നുള്ളൊരു സത്യമുണ്ട്. പലരും അതിനെക്കുറിച്ച് പറഞ്ഞിട്ടില്ല. അതായത് പറഞ്ഞു വെക്കുന്നത് ചിലപ്പം എന്താ പറയാ, ഈ സിനിമ വിജയിക്കുമെന്ന് കരുതി ചിലപ്പോൾ സൗഹൃദത്തിന്റെ പുറത്ത്, പരിചയത്തിന്റെ പുറത്തൊക്കെ സിനിമകൾ ചെയ്യേണ്ടി വന്നിട്ടുണ്ട് എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ കേൾക്കാറുണ്ടല്ലോ. അപ്പം മോഹൻലാൽ പക്ഷെ ഒരു സമയത്ത് ചെയ്തു വെച്ച സിനിമകളുണ്ട്. അത് മറ്റൊരു നടനും, മലയാളത്തിൽ ഇപ്പം മറ്റൊരു നടനും, ഇപ്പം മമ്മൂട്ടിയുടെ സിനിമകൾ നമ്മൾ പറയുകയാണെങ്കിലും എത്ര എണ്ണം തിയേറ്ററിലേക്ക് റീ റിലീസിന് വരുന്നു എന്ന് പറയുന്നൊരു കാര്യമുണ്ട്. അപ്പം അങ്ങനത്തെ സിനിമകൾ ചെയ്യാൻ മോഹൻലാലിന് സാധിക്കുന്നു. അത് ഇപ്പോഴത്തെ ജനറേഷൻ, അതായത് 2K കിഡ്സ്, ജെൻസി കിഡ്സ് എന്ന് പറയുന്നവരും ഇപ്പോഴും മോഹൻലാൽ ആരാധകരാണ്. അവർ ഫഹദ് ഫാസിലോ ദുൽഖർ സൽമാനോ ഒന്നല്ല പറയാം, മോഹൻലാൽ ഫാൻസ് തന്നെയാണ് അതിൽ ഭൂരിഭാഗം പേരും. അതിലെ പാട്ടുകളായിക്കോട്ടെ, മോഹൻലാൽ സിനിമയിലെ പാട്ടുകളൊക്കെ ഒരു പരിധി വരെ നമ്മുടെയൊക്കെ പ്ലേലിസ്റ്റിൽ, എല്ലാവരുടെയും തന്നെ പ്ലേലിസ്റ്റിലുണ്ടാവും. അപ്പം അദ്ദേഹത്തിൻ്റെ സിനിമകളായിക്കോട്ടെ, അല്ലെങ്കിൽ പാട്ടുകളായിക്കോട്ടെ, ഇതിനൊക്കെ ഇപ്പോഴും ഒരു സ്വീകാര്യത ഉണ്ട് എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. മോഹൻലാലിൻ്റെ ഇപ്പം റീ റിലീസിന് വന്ന ചോട്ടാ മുംബൈ ആയിക്കോട്ടെ, അതൊക്കെ ഒരു ഫെസ്റ്റിവൽ മൂവി പോലെയായിരുന്നു ആളുകൾ. ഇപ്പം അനിഷ പറഞ്ഞ പോലെ തന്നെ കിരീടം വന്നാൽ മലയാളികൾ എങ്ങനെ സ്വീകരിക്കും, മലയാളികൾ എന്താണല്ലോ തിയേറ്ററിൽ പോയി കാണും, അത് 100% നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും. പക്ഷേ ഇവിടെ മമ്മൂക്കയുടെയും ഇതുപോലുള്ള, അല്ലെങ്കിൽ കുറച്ച് സിനിമ, അമരം പോലുള്ള സിനിമകൾ തിയേറ്ററിലേക്ക് വീണ്ടും എത്തിയിട്ട് അതിനൊരു വലിയ സ്വീകാര്യത ലഭിച്ചിട്ടില്ല. അതിന് പ്രധാനമായും പറഞ്ഞൊരു സംഭവം എന്ന് പറയുന്നത്,
ആൾക്കാർ വീണ്ടും സങ്കടമുള്ള സിനിമകൾ പോയി കാണാൻ ആഗ്രഹിക്കുന്നില്ല എന്നുള്ള ഒന്നാണ്. പക്ഷേ എനിക്ക് ഇവിടെ ഒരു ലാലേട്ടൻ ഫാക്ടർ എടുത്ത് നോക്കുമ്പോൾ അത് അങ്ങനെയായി എനിക്ക് തോന്നുന്നില്ല. കാരണം ഇപ്പം എൻ്റെ ഒരു ഒപ്പീനിയൻ വെച്ച് നോക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ എൻ്റെ ഒരു വ്യൂ പോയിന്റിൽ നോക്കുകയാണെങ്കിൽ, കിരീടം എന്നൊരു സിനിമ വീണ്ടും തിയേറ്ററിലേക്ക് എത്തിയാൽ ഈ ജെൻസി കിഡും അതേപോലെ തന്നെ 2K കിഡും അവരൊക്കെ തിയേറ്ററിൽ പോയി ചിലപ്പോൾ ആ സിനിമ കണ്ടു, ആ സിനിമ കാണുമായിരിക്കും. കാരണം അതിൽ ഒരുപാട് ഇമോഷൻസ് നിറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഷോട്ടുകളാണെങ്കിലും ഇന്നും ചർച്ച ചെയ്യപ്പെടുന്ന ഷോട്ടുകളാണ്, ഇന്നും ചർച്ച ചെയ്യപ്പെടുന്ന ഇമോഷൻസ് കൈകാര്യം ചെയ്യുന്ന രീതികൾ, അതിലെ പാട്ടുകളാണെങ്കിലും എല്ലാം ഇന്നും ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ അത് പോയി കാണാൻ ഒരുപാട് പുതിയ തലമുറ ആഗ്രഹിക്കുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. കാരണം നമുക്ക് തന്നെ അറിയാം, ചിലപ്പോൾ ഏതെങ്കിലും പഴയ പാട്ടുകളൊക്കെ നോക്കുമ്പോൾ ജെൻസി കിഡാണെങ്കിലും ഒക്കെ ആ പാട്ട് ഏതാണ്, ആ പാട്ട് ഏത് സിനിമയിലുള്ളതാണ് എന്നൊക്കെ നോക്കി ആ പഴയ സിനിമകൾ കാണാൻ ഇവർ കൂടുതൽ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പം ലാലേട്ടൻ്റെ ഇത്തരത്തിലുള്ള സിനിമകൾ വീണ്ടും തിയേറ്ററിലേക്ക് എത്തുകയാണ് എങ്കിൽ ആ സിനിമകൾ കാണാനും അവിടെ ഇമോഷൻ അപ്പുറം അല്ലെങ്കിൽ ഡാൻസ് കളിക്കാം അല്ലെങ്കിൽ തിയേറ്ററിൽ പോയി അടിച്ചു പൊളിക്കാം എന്നുള്ള ചിന്ത മാറ്റി വെച്ചിട്ട് ആളുകൾ ആ സിനിമ ആസ്വദിക്കാനായി വീണ്ടും തിയേറ്ററിലേക്ക് എത്തും. അത് ലാലേട്ടനെ കൊണ്ട് മാത്രം ചെയ്യാൻ പറ്റുന്നൊരു മാജിക്കാണ്. അതുപോലെ ലോഹിതദാസ് ആണല്ലോ ഇതിൻ്റെ തിരക്കഥ എന്ന് പറയുന്നത്. ആ സിനിമയിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്നത് തൊഴിലില്ലായ്മയെ പറഞ്ഞു വെക്കുന്നുണ്ട്, അച്ഛൻ മകൻ ഇമോഷൻ പറഞ്ഞു വെക്കുന്നുണ്ട്, പെങ്ങളുടെ ഒരു അവസ്ഥയെ കുറിച്ച് പറഞ്ഞു വെക്കുന്നുണ്ട്. അതായത് ഒരു മകൻ കടന്നു പോകുന്ന ഒരു പെങ്ങളുടെ അവസ്ഥ പറഞ്ഞു വെക്കുന്നത് എനിക്ക് തോന്നുന്നു 2ാം ഭാഗത്തിലാണ് കൂടുതലായിട്ടും പെങ്ങളുടെ ഭാഗത്തേക്ക് ആ സിനിമയിലേക്ക് പോകുന്നത്. ഈ ഒരു സിനിമ അധികവും കഥ പറയുന്നത് സേതുമാധവൻ എന്ന ചെറുപ്പക്കാരൻ്റെ ആ ഒരു യാത്രയാണ്. പോട്ടെ അല്ലെങ്കിൽ നിസ്സാരമായി വിടേണ്ട ഒരു വിഷയത്തിൽ, പക്ഷേ പിന്നീട് അത് വലിയ പ്രശ്നമാവുകയും ആ ഒരു ഗുണ്ടയെ തള്ളി താഴെ ഇട്ടില്ലെങ്കിൽ ജീവിക്കാൻ പറ്റില്ല എന്നുള്ളൊരു അവസ്ഥയിലേക്ക് എത്തുകയൊക്കെ ചെയ്യാണ് ഒരു 22 അല്ലെങ്കിൽ ആ ഒരു 24-കാരൻ്റെ ഒരു ബുദ്ധിമുട്ടാണ് ആ സിനിമ കൊണ്ടുപോകുന്നത്. മകനെ പോലീസുകാരനായി കാണാൻ ആഗ്രഹിച്ച ഒരു അച്ഛൻ, അതിനായി അത്രയും ആഗ്രഹിച്ച ഒരു അച്ഛൻ ലാസ്റ്റ് മകനോട് ആ കത്തി താഴെ ഇടാൻ വേണ്ടിയിട്ട് അങ്ങനെയും സങ്കടത്തോടെ പറയുന്ന ഒരു രംഗം. എനിക്ക് തോന്നുന്നു തിലകൻ്റെ ആണെങ്കിലും മോഹൻലാലിൻ്റെ ആണെങ്കിലും അച്ഛൻ മകൻ എന്നുള്ള ഇതിൽ അവർ ഒരുപാട് വന്നിട്ടുണ്ടെങ്കിലും ആ അച്ഛനും മകനെയും അത് മലയാളികൾ വിങ്ങലോടെ ഓർക്കുന്ന ഒരു അച്ഛനും മകനുമാണ്. ഇപ്പം 2ാം ഭാഗമാണെങ്കിൽ പോലും അതിലും ഇപ്പം എനിക്ക് തോന്നുന്നു കിരീടത്തിനോട് അത്രയും ആത്മാർത്ഥത പുലർത്തി വന്ന ഒരു 2ാം ഭാഗമാണ് ചെങ്കോല്. ഇന്ന് വരെ ഇത്രയും ആദ്യ പതിപ്പിനോട് ഇത്രയും ഒരു നീതി പുലർത്തിയ ഒരു 2ാം ഭാഗം പിന്നീട് ജനിച്ചിട്ടില്ല എന്ന് പറയാം. അപ്പം അത്രയും മനോഹരമായ ഒരു 2ാം ഭാഗം ആ ചിത്രത്തിന് വരുന്നു. ആ 2ാം ഭാഗം അതിലും കൂടുതൽ, കിരീടത്തിനേക്കാൾ കൂടുതൽ ചെങ്കോല് കണ്ടിരിക്കാൻ നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും. അതിൽ ഇപ്പോൾ തിലകൻ മരണപ്പെടുന്നതാണെങ്കിലും അല്ലെങ്കിൽ തൻ്റെ പെങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥ കാണുന്നതാണെങ്കിലും അതൊക്കെ എനിക്കറിയില്ല അത് എങ്ങനെയാണ് അത് അഭിനയിച്ച് മനസ്സിലാക്കി കൊടുക്കാൻ അല്ലെങ്കിൽ അഭിനയിക്കാൻ അത്തരം രംഗങ്ങൾ എങ്ങനെ സാധിക്കുന്നു എന്നുള്ളത് വളരെ അത്ഭുതത്തോടെ നോക്കി കാണേണ്ട ഒന്നാണ്. നമ്മളിപ്പോൾ സംസാരിച്ച കൂടുതലും മോഹൻലാലിൻ്റെ പഴയകാല ചിത്രങ്ങളെക്കുറിച്ചാണെങ്കിലും മോഹൻലാൽ ഈ അടുത്ത് ഇപ്പോൾ ചെയ്തു വെച്ച് നേര് സിനിമയിലൊക്കെ ആണെങ്കിലും അല്ലെങ്കിൽ ചില സിനിമകൾ വരുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു പ്രതീക്ഷയാണല്ലോ. തുടരും സിനിമ ഇത്ര നേര് ഇതൊക്കെ നമുക്ക് ഈ വർഷം തന്നെ അടുപ്പിച്ചടുപ്പിച്ച് ഹിറ്റ് എന്നൊക്കെ പറയാം ലാലേട്ടൻ്റെ. അതുപോലെ അത്തരം സിനിമകൾ വരുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു പ്രതീക്ഷയാണ്. അത് ഇപ്പോഴത്തെ ആരാധകർക്കും സംതൃപ്തി നൽകുന്ന ചില പരാജയങ്ങൾ സംഭവിക്കുന്നുണ്ടെങ്കിലും ഇപ്പോഴത്തെ ആരാധകരെയും സംതൃപ്തിപ്പെടുത്തുന്ന മാസിന് മാസായിട്ടും ഫാമിലി ഡ്രാമയായിട്ടും കോമഡി ആയിട്ടും ഒക്കെയുള്ള സിനിമകൾ വരുന്നുണ്ടല്ലോ. കഴിഞ്ഞ സന്ദീപ് കോംബോയിൽ വന്നിട്ടുള്ള മോഹൻലാൽ ചിത്രമുണ്ട്. അപ്പോൾ അത്തരം സിനിമകൾ വരുമ്പോൾ അത് ഭയങ്കര ഹിറ്റായിരുന്നു അവർ രണ്ടുപേരുടെയും കോംബോ. അപ്പം റിപ്പീറ്റ് വാല്യൂ ഉള്ള സിനിമകൾ ചെയ്യുന്നതിനോടൊപ്പം തന്നെ അതിപ്പോൾ ആക്ഷൻ ആയിക്കോട്ടെ, ഫാമിലി ഡ്രാമ ആയിക്കോട്ടെ, കോമഡി എൻ്റർടൈൻമെൻറ്റ് ആയിക്കോട്ടെ, ഏത് ജേണലിലും കൈവെക്കാൻ ഇപ്പോഴും തനിക്ക് പറ്റുമെന്ന് മോഹൻലാൽ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ റിലീസ് അത്രയും പ്രിയപ്പെട്ടതായി ആരാധകർക്ക് മാറുന്നുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് ഈ റിലീസുകളിൽ ആരാധകരുടെ ഒരു ഇടിച്ചുകയറ്റം കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്. എന്തായാലും ലാലേട്ടൻ്റെ ഇപ്പോൾ റിലീസ് മാറ്റി വെച്ചാൽ ആരാധകർ ഏറ്റവും കൂടുതൽ കാത്തിരിക്കുന്ന ഒരു സിനിമ ദൃശ്യം 3 ആണ്. എന്താണ് ഇനി ദൃശ്യം 3യിൽ ഒളിപ്പിച്ചിരിക്കുന്നത് എന്നറിയാനൊക്കെ കാത്തിരിക്കുകയാണ്. അപ്പോൾ ആ സിനിമയിലേക്ക് ഇനി എന്തായിരിക്കും ലാലേട്ടൻ്റെ അടുത്ത പ്ലാൻ? ചതിക്കുന്നത്
എന്നുള്ള ചോദ്യം. ഇപ്പോഴേ ഓരോരുത്തർ ഡീകോഡ് ചെയ്ത് തുടങ്ങിയിട്ടൊക്കെ ഉണ്ട്. സിനിമയുടെ ഒരു രീതിയിലുള്ള ഒരു ഇൻഫർമേഷനും പുറത്തുവിട്ടില്ലെങ്കിലും ഡീകോഡിംഗ് ഒക്കെ അവിടെ ആരംഭിച്ചു കഴിഞ്ഞു തന്നെ പറയാം. അപ്പം ഇപ്പം എന്തായാലും നിലവിൽ ആരാധകർ കാത്തിരിക്കുന്ന ഒരു സിനിമ ദൃശ്യം 3 തന്നെയാണ് ലാലേട്ടൻ്റെ. അപ്പം എന്തായാലും റിലീസ് ആണെങ്കിലും ഇനിയിപ്പം പുതിയതായിട്ട് വരുന്ന സിനിമകളാണെങ്കിലും ഒരു പറ്റം സിനിമകൾ കയ്യിലും വെച്ചാണ് ലാലേട്ടൻ ഇപ്പം നിൽക്കുന്നത്. ഈ സിനിമകളൊക്കെ കാണാൻ കാത്തിരിക്കുകയാണ് ആരാധകർ. സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും. ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ. വാർത്തകൾ ആസ്വദിക്കാം. എല്ലാം ഇനി സമയത്തിൽ.